ഹലോ, നമസ്കാരം. അത് ഇന്നലേക്ക് 2 വീഡിയോ ഒക്കെ ചെയ്തു. അത് മോശമായിട്ടൊന്നുമല്ല, സാധാരണഗതിയിൽ അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ ഞാനങ്ങനെ വിചാരിച്ച മാതിരി ആയിട്ടില്ല. അതിൻ്റെ വിചാരിച്ച കാര്യങ്ങളൊക്കെ അതിൻ്റെ നമ്മളെ സംഭാഷണ ശൈലിയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൂടി അതിന് ഞാൻ വിചാരിച്ച രീതിയിലേക്ക് എൻ്റെ വോയിസ് എത്തിയിട്ടില്ല. അപ്പോൾ അതൊന്നും കൂടെ അതിനെക്കുറിച്ച് ഒന്നും ചെയ്യുന്നില്ല, എന്നാൽ പുതിയതൊന്ന് പറയുന്നു. അപ്പോൾ ഉത്തരാത്മന, നമ്മൾ തന്നെ എടുത്ത് തിഷ്ഠത ജാഗ്രത, അങ്ങനെയൊക്കെ പല വാക്കുകളുണ്ട്. ഉത്തരാത്മന എന്ന് പറയുമ്പോൾ നമ്മളെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്ത് നിന്ന് നാരദ മഹർഷി ചോദിക്കുകയാണ്. ഭഗവാനെ, വാസുദേവർ ചോദിക്കുകയാണ്, കൃഷ്ണനോട് ചോദിക്കുകയാണ്, നാരദരോട് വാസുദേവർ ചോദിക്കുകയാണ് എന്താ ചെയ്യേണ്ടത്. അപ്പോൾ കൃഷ്ണൻ്റെ അച്ഛനാണ് വാസുദേവർ, എന്നിട്ട് കൂടി ചോദിക്കുകയാണ്. അപ്പോഴാണ് പറയുന്നത് ഉത്തരാത്മന, നമ്മൾ തന്നെ ഉയർത്തണം. കൃഷ്ണൻ്റെ അച്ഛനായിട്ട് കൂടി നമ്മൾ ഉയർത്താതെ വേറെ ആരും ഉയർത്തില്ല, നമ്മൾ തന്നെ സ്വയം ഉയരണം. ഉത്തരാത്മന, അതവിടെ നിൽക്കട്ടെ. പിന്നെ ഞാനിപ്പോൾ ഇതങ്ങനെ നിലത്തൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒരു നവീകരണ ശക്തി സ്തുതി രാവിലെ ആയിരിക്കും ഇത് കിട്ടിയപ്പോഴെന്ന് പറയാൻ പറ്റില്ല. വിസ്മയിപ്പിക്കുന്ന ശക്തികൾ കാട്ടുന്ന വിശ്വശക്തീശ്വരീ ദേവിയമ്മേ, സൗരയൂഥത്തിൻ്റെ ഹൃസ്പന്ദനത്തിൻ്റെ സർഗേശ്വരിയായ ദേവിയമ്മേ, ഹൃദയരക്തത്തിനു ശുദ്ധിയരുളുക, ഹൃദയധമനിക്കു ശക്തിയേക, ഉദയാദിവാകരനായൻ ഹൃദയത്തിനുജ്വല ശക്തിയരുളുകമ്മേ, വിശ്വപ്രകാശത്തിൻ കാരണമായോളെ മത്ശ്വാസകോശം സുഭദ്രമാക്കൂ, ആശ്വാസം നിന്നിൽ അഗാധമായി തീരുവൻ ആത്മാനിയന്ത്രണാശക്തിയേകൂ, മാനസ പ്രാർത്ഥനാശക്തിയാലിച്ചപോൽ മെയ്യകം മുഴുവൻ പ്രവർത്തിക്കട്ടെ, പുറമെന്നെത്തുന്ന പൊതുശല്യമാകിയ പിരിമുറുക്കങ്ങൾ അഴഞ്ഞുപോട്ടെ, വൈദ്യുത ശക്തിയും കമ്പിയിലെന്ന പോൽ വിഗ്രഹതത്വത്തിൽ യോഗത്തിലും മന്ത്രത്തിൻ ശക്തി മരുന്നിലും ചേർന്നെൻ്റെ മെയ്യും മനസ്സും പുതുതാകട്ടെ, വിശ്വകർമ്മത്തിൻ്റെ ശക്തിയാമമ്പിയെ വിട്ടുമാറാതെന്നിൽ കൂടിയാടൂ, വിട്ടുമാറാതിങ്ങു നിന്നെ ഭജിക്കുകിൽ വിട്ടുമാറിയിടത്ത രോഗമുണ്ടോ.